എല്ലാവിധ നമ്പറും നിന്റെ കയ്യിലുണ്ട്. നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു സെൽഫി പുള്ളേ. നീ നല്ല കുട്ടിയാണെന്നാണല്ലോ സ്കൂളിൽ പറഞ്ഞ ടീച്ചർക്ക് ഭ്രാന്തായ. എല്ലാരും ഒരു ദിവസം കറക്റ്റ് നിന്നുട്ടാ. ജസ്റ്റ് ഇൻ എ മിനിറ്റ് ഒരു ഗുഡ് ഡേ ക്യാൻ ബി എ ബാഡ് ഡേ ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഗുഡ് മോർണിംഗ്. ആക്ച്വലി ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഇറ്റ്സ് നോട്ട് എ ഗുഡ് മോർണിംഗ്, ഇറ്റ്സ് ബിറ്റ് ഓഫ് എ ബാഡ് മോർണിംഗ് ആണ് ഇന്ന്. ബർത്ത്ഡേ കഴിഞ്ഞിട്ട് സാറ്റർഡേ സൺഡേ വീഡിയോ നമ്മൾ എടുത്തില്ല, ഒരു ദിവസം ഫുൾ ബ്രേക്ക് ഇട്ടു, കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് മോർണിംഗ് ഇപ്പോൾ ഞാൻ മുകളിലവരെന്നെ വിളിക്കാൻ ചെന്നപ്പോൾ അവരാരും എണീക്കുന്നില്ല. ഇന്നലെ രാത്രി ഒരാളൊരു കണ്ണിൻ്റെ പോളടച്ചിട്ടില്ല. ആസ്മേ ഇവിടെ ഇരുന്നിട്ട് മാങ്ങ കഴിക്കുന്ന സമയത്ത് ലാസ്റ്റ് നൈറ്റ് ഒരു മാങ്ങ കഴിച്ച് തൊണ്ടയിൽ വിട്ടു. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവളെ പുറത്തുനിന്ന് തട്ടിയിട്ടാണ് അത് പുറത്തേക്ക് എടുത്തത്. കൊച്ചാകെ പേടിച്ചു പോയി. അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അതിന് മുന്നേ കുറച്ചൊരു ക്രാങ്ക് ആയിരുന്നു അവൾ. പിന്നെ അവൾക്ക് രാത്രി ഉറക്കം കിട്ടുന്നില്ല, ഞെട്ടി എണീക്കുക, ഫുൾ ടൈം ഇങ്ങനെ ഞെട്ടി എഴുന്നേൽക്കുക. അവൾ കരയുമ്പോൾ ഏറെ കരയുക. അങ്ങനെ ഞങ്ങൾ ആരും ഉറങ്ങിയില്ല. ശരിക്കും പറഞ്ഞാൽ ഗോൾഡ് ഉറങ്ങിയിട്ടില്ല, പ്രിങ്ങും ഉറങ്ങിയില്ല രാത്രി. പ്രിങ്ങ് ഒന്നാമത് കൊച്ചു ചോക്ക് ചെയ്തപ്പോൾ പേടിച്ച് അവളാകെ അലേർട്ടായി. സോ ഒന്നും ആരെയും സ്കൂളിൽ വിടുന്നില്ല. ഹോപ്പ്ഫുള്ളി പിള്ളേർ രാവിലെ അത് കഴിഞ്ഞിട്ട് രാത്രി അസ്മയ്ക്ക് പനിക്കുകയും ചെയ്തു. അപ്പം ഇനിയിപ്പോൾ രാവിലെ എണീറ്റിട്ട് അസ്മ എങ്ങനെയുണ്ടെന്ന് നോക്കി അവൾക്ക് കുഴപ്പമില്ല വെച്ചെങ്കിൽ മാത്രമേ അവരെന്നെ വിടുന്നുള്ളൂ. അല്ലാച്ചെങ്കിൽ വി ഓൾ ഗോണ ബി ഹോം ടുഡേ മൺഡേ മോർണിംഗ്. ഇറ്റ് ഹാപ്പൻസ്. കുട്ടികൾ രണ്ടുപേരാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾ അലേർട്ടാകുമ്പോൾ അടുത്ത ആൾ എണീക്കുക, അങ്ങനെയൊക്കെ ഇടയ്ക്കുണ്ടാവും. പക്ഷേ കമ്പാരിറ്റീവ്ലി നമ്മുടെ കേസിൽ ഇത് കുറവേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. വി മാനേജ്ഡ് പ്രിറ്റി ഓൾ റൈറ്റ് ടിൽ ടുഡേ. സോ ആഫ്റ്റർ ഹാപ്പി ബർത്ത്ഡേ എല്ലാം ഇന്ന് ഇവരെന്നെ ഞാൻ ഒരു കളിയാക്കി തുടങ്ങാമെന്ന് വിചാരിച്ചാൽ ഇന്ന് നടന്നില്ല. ബട്ട് ഞാൻ എഴുന്നേറ്റാ അമ്മ എസ്മയ്ക്ക് പനിയുണ്ട് ഇപ്പോൾ ഇല്ലേ? എന്താ നമുക്ക് പറ്റിയേ? ഞെട്ടിയെ പനിക്കുന്ന അവള് എന്താ? എസ്മേ എന്താ പറ്റിയ കുട്ടിക്ക്? എന്താ പറ്റിയേ? ഞെട്ടിയ പനി, ആകെ പേടി, രാവിലെ എന്നിട്ട് ആൾക്കാരെ ഉപദ്രവിക്കുക. ആൾക്കൊരു കുഴപ്പമില്ല. ഇപ്പോൾ പനിയൊക്കെ പോയി. അമ്മയ്ക്ക് നാളെ പോവാനുള്ളതാട്ടാ ഓസ്ട്രേലിയക്ക്. അമ്മ ഇങ്ങനെ ഈ നിലയ്ക്ക് എങ്ങനെയാണ് പോവുക? ഉസ്താദിൽ മറ്റേ പെണ്ണും പറയണ പോലെ നീ ഇപ്പം ഈ സമയത്ത് പോയ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുക? നീ പൊക്കോളേ, തമാശ കളിക്കട്ടോ കൊള്ളേ. നീ പോവാത്തല്ല സങ്കടം. 10,000 രൂപ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കിടക്കണം. നീ തമാശ കളിക്കില്ലട്ടെ. നിനക്ക് ഈ മൂക്കൊണ്ട് ഇങ്ങനെ ആക്കണ പരിപാടി ഉണ്ടായിരുന്നില്ലോ സത്സായിബാബയ്ക്ക്. ഗുഡ് ഗേൾ എസ്മേ. ഓക്കെ, പനി മാറി കൂട്ടരെ. ഇപ്പം എന്താ അല്ല ഇവള് കരയുമ്പോൾ നീ എന്തിനാണ് എണീറ്റ് കരയണേ? അവൾ കരയുമ്പോൾ പാല് കുടിക്കുക, അപ്പോൾ ഇക്കും വേണം പാല്. നിനക്ക് തരാളല്ല തുപ്പലം കുത്തിയേ. ഒരു വയസ്സ് തികഞ്ഞിട്ടുള്ളൂ അപ്പോഴേക്ക് ആളെ ഞെട്ടിക്കൽ തുടങ്ങി. പിന്നെ അയ്യോ 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 നാട്ടുകാരെ ഓടി വരണേ, എൻ്റെ കണ്ണ് വേന എടുക്കണു. തുടർന്ന് പോയി റെഡി എന്നാൽ പോയേ സ്കൂളിൽ പോയേ. നോട്ടം നിർത്തിക്കോട്ടാ. എൻ്റെ ചേച്ചിക്കുണ്ട് ഇതേപോലെ എന്നെ നോക്കണത്തെ പോവാം. എൻ്റെ തന്തയ്ക്കുണ്ടായിരുന്നു ചെറുപ്പത്തിൽ. ആന്നാ അച്ഛമ്മ റെഡി ചെയ്യുന്നാൽ പോയേ. അമ്മ പാവം പണിയെടുത്തോട്ട്. ചേച്ചി എന്നിട്ട് സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. ഇവിടെ പിന്നെ അങ്ങനെ ഒരു ഗുണമുണ്ട്, സ്കൂളിൽ പോകാൻ കുട്ടികൾക്ക് മടിയില്ല. ബാക്കിയുള്ളതൊക്കെ എങ്ങനെയെങ്കിലും ഒരു ദിവസം വീട്ടുകാരെങ്കിലും പറഞ്ഞിട്ട് സ്കൂളിൽ പോകാണ്ടിരിക്കുക എന്താ വഴി എന്ന് ആലോചിച്ചിട്ടിരിക്കുകയാണ്. പിങ്കപ്പ നീ സ്കൂളിൽ പോകണ്ടാ? ദാറ്റ്സ് ഗുഡ്. താങ്ക് യു ഫോർ ലാസ്റ്റ് നൈറ്റ്, യു ഹെൽപ്ഡ് അസ് എ ലോട്ട്. അതാണ് പ്രിങ്ങിനോട് നമ്മുടെ കൂടെ കിടക്കരുത് എന്ന് പറയുന്നത്. അപ്പം നിനക്ക് ഉറക്കം കിട്ടില്ലെങ്കിൽ നീ ഇങ്ങനെ എപ്പോഴും എണീക്കേണ്ടി വരും. ബട്ട് എനിവേ ഫാമിലി കംസ് ഫസ്റ്റ്. എന്നിട്ട് സ്കൂളിൽ പോയാൽ മതി അല്ലേ? ഓൾറെഡി മോൻ പോയപ്പോ മോൻ ഉറങ്ങാൻ പോയപ്പോഴേക്ക് ഇത് ഇച്ചിരി തുറന്നു വെച്ചില്ലായിരുന്നോ? അത് അപ്പൊ ഇവിടെ എണീറ്റ്. പിന്നെ ഇവക്ക് ഉറങ്ങാൻ പറ്റിയ ഓർമ്മയുണ്ടോ നിനക്ക്? അവളെ എണീറ്റിട്ട് എന്നോട് പറയണേ എനിക്ക് പേടിയാവുക എന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ? ബാത്റൂമിന്റെ ഡോറ് തുറന്നു വെച്ചില്ലേന്ന്. ബാത്റൂം എന്തോ പുറത്തിരിക്കുന്ന നമുക്ക് പേടി. അത്രയ്ക്ക് ധൈര്യം അവകാശവാദികളെത്തി. ഉടുപ്പ് മാറ്റിക്കണില്ലേ? കടാ ഇതന്നെയാണ്ടെന്ന് എൻ്റെ കുഴപ്പം. ഒരു ലേശം പല്ലും ഇതും കൂടുതലും നിന്റെ കൊടുക്ക്. എസ്മേ അടി, എസ്മേ അടി, എസ്മേ അടി 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 അടി. പിന്നല്ലാണ്ട് അടിക്കറ എസ്മേ
അടിയടാ യസ്മേ, അടി മോത്തടി. ഞാൻ തന്നെ അടിച്ചോളാം. ആ അത് തന്നെ, അടിയാ യസ്മേ. അപ്പോഴേക്ക് അത് ഗീവ് അപ്പ് ചെയ്യും. ഓ അവള് തന്നെ മൊന്തയ്ക്ക് അടിക്കുക, നീ ആരടിക്കണ്ടെന്ന്. അത്ര ഗുണ്ടാന്ന് പറഞ്ഞാണല്ലോ. ഓ വല്ല കണ്ണോക്ക് നന്റെ വേഷം കെട്ടൊക്കെ നീ നിർത്തിക്കോ. നന്റെ പണിയൊക്കെ അറിയാം. നന്റെ പോലെ ഒരാളുടെ ചെറുപ്പത്തിൽ നല്ല പരിചയമുണ്ട്. ആ നന്റെ അതേ സ്വഭാവമുള്ള ഒരു കൊത്തിനിക്ക് അറിയാം കേട്ടോ, നല്ല ചെറുപ്പം തൊട്ടനെ അറിയാം. ആ ചെയ്യണല്ലോ. എന്റെ കൈ പിടിക്കറിയാ നീ? എന്റെ അപ്പന്റെ കൈ ഞാൻ പിടിച്ചത് തന്നെ 10-25 വയസ്സിലാ. അറിയാം എനിക്ക്. ആ ഇവിടെ ജനിക്ക് കണ്ട പപ്പേ, നിങ്ങൾക്ക് എന്താ കുറവ്? എനിക്കൊരു കുറവില്ല കണ്ട. ആ പപ്പ പോവും. പപ്പ എല്ലാ ദിവസവും നനയിരുന്ന് കാണണ്ടെന്ന് പറഞ്ഞു ജോബിന് എനിക്ക് വലുതായിട്ടും കിട്ടി, കുട്ടിയിലും കിട്ടി. ഞങ്ങളുടെ പൊക്ക എല്ലാ ദിവസവും ഒരു വീഴ്ചയുണ്ട്. നിനക്ക് കുറച്ച് ഉടുപ്പ് മാറിയല്ലോ. ഇന്നലെ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ട് തലയിട്ടു, ഇതിൻ്റെ അടിയിൽ കൊണ്ടിട്ട് തലയിട്ടു ഏറ, എന്നിട്ട് തല തിരിച്ചു. ഇതിൻ്റെ അടിയിൽ കറക്റ്റായിട്ട് തല ഫിറ്റാ, ഊരാൻ കിട്ടണ. എല്ലാവരും കൂടി ഇല്ല, ഞാൻ അവിടെ ഇരിക്കുക. കുറേ കഴിഞ്ഞപ്പോൾ ശ്വാസം മുട്ടുന്ന സൗണ്ട് കേട്ടപ്പോൾ നോക്കിയപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തല. എൻ്റെ പൊന്നെ പ്രോ നല്ല ഉടുപ്പാട്ടാ കുട്ടിരെ. മുടി കെട്ടിയത് സൂപ്പറായിട്ടുണ്ട്. അമ്മയ്ക്ക് ഇതേ ഒരു ഉടുപ്പുണ്ട് ഇല്ലേ? അമ്മയും കൂടി ഇന്ന് ആ ഉടുപ്പ് ഇടേണ്ടതായിരുന്നു. എസ്മേ സ്റ്റിൽ ലിറ്റിൽ ബിറ്റ് ക്രാങ്കിയാണ്. ഇതിപ്പോൾ അവള് കരയണേന് കൊടുത്തതാണ് ഞാൻ. ഇപ്പം നിനക്കിത് വേണോ? ഓ എല്ലാ അവകാശവാദിയാ. വേലൂക്കാരുടെ സ്വഭാവം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. വേലൂര് തൃശ്ശൂരിൻ്റെ വേലൂര് ഗ്രാമത്തിലുള്ള ആൾക്കാർ അങ്ങനെ അത്രേ. വേലൂക്കാരനെ പറയും. ആ എൻ്റെ വീട്ടുകാർ പറഞ്ഞ വേലൂക്കാരായല്ലോ. ആ പിന്നെ എനിക്കറിയില്ല എൻ്റെ നാട്ടുകാര്. ആ എന്താ നിന്റെ പ്രശ്നം എന്താന്ന് പറയാം. നിനക്ക് മൂക്കൊലിപ്പും കൂക്കൊലിപ്പും ഒന്നും ഇല്ല. എന്താ പറ്റിയ കുട്ടിക്ക്? ആ മാങ്ങ ഇനി ബാക്കി ഇരിപ്പുണ്ടാ ലങ്സിലെങ്ങാനും? ഇന്നലെ പോയതാണല്ലോ. ഇതൊക്കെ ഒരാൾ കിടക്കണ നോക്ക്, ക്യാമറ എടുക്കണ കൈമൊക്കെ എടുക്കുക. വേറെ ഒരു സ്ഥലവും ഇല്ല കുട്ടിക്ക് കിടക്കാനേ. നീ കൈ ഇവിടെ ഞാൻ സ്റ്റാച്ചു ആക്കണ. തൊക്ക് കിടന്നു. എല്ലാവിധ നമ്പറും നിൻ്റെ കയ്യിലുണ്ട്. ഇപ്പം ഞാൻ ക്യാമറേനെ എടുത്തത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ക്യാമറേനെ ഞാൻ എടുത്തിരിക്കുകയാണല്ലോ, അത് ഇഷ്ടപ്പെടാണ്ട് കിടക്കുക. കണ്ട ആ കിടക്ക് നിർത്തിയാ. എല്ലാ നമ്പറും ഉണ്ട് ജോബിനെ അടി കിട്ടിട്ട് തൂർന്നിയേ. യസ്മുട്ടാ നീ ഓക്കെയാണോ? യസ്മുട്ടാ യസ്മേ ഓ നീ ഓക്കെയാണോടെ? ഇതേ നോക്കറേ, നീ ഓക്കെയാണോ? ഫോട്ടോ 3, 2, 1 go യസ്മേ. ബാ ഇങ്ങോട്ട് വാ. ഞാനൊരു 2 വായ തൈര് കൊടുത്തു. ആ ആ ആ വെള്ളം കുടിച്ചു. ആ ഇത് സേർട്ടൻ മോട്ടർ ടൈം. ഗുഡ് ഓണേഴ്സ്മേ ഏറ. ആ ഗുഡ് ഈറ്റിംഗ് ആട്ടാ കുട്ടികളുടെ. ഗുഡ് ഈറ്റിംഗ് ആട്ടാ. ഹംഗ്രിയേ എത്ര പെട്ടെന്ന്? ഹംഗ്രി യശ്മുട്ടാ. ഇന്നിപ്പോൾ രാവിലെ എന്നിട്ട് ഫുള്ള് നിന്നിട്ടാണ് കഴിക്കണ്. റഗോൾഡേ നേരത്തെ അവിടെ നിൽക്കുമായിരുന്നു, ഞാൻ തൈര് കൊടുക്കുമ്പോൾ ഇപ്പോൾ നിന്നിട്ടാണ് കഴിക്കണ്. നോക്കിയേ വന്നേ ദേ കണ്ടാ. ഇന്നലെ ഓൾ അബൌട്ട് എസ്മ ആയിരുന്നു. സർ മേ ബി ദ ഗ്രോത്ത് സ്പേർട്ട് നിൽക്കാനുള്ള ശ്രമത്തിൻ്റെ ഒക്കെ ഒരു ഇതായിരിക്കും. ആ നിൽക്ക്, ഗുഡ് ഗേൾ ആണ്. നെവർ ഗിവ് അപ്പ്, വെരി സ്ട്രോങ് ഗേൾ. യാ ചേച്ചി പോവാണോ? ചേച്ചി സെബ. അപ്പോൾ നമ്മുടെ മൊത്തത്തിൽ കൊണയടി കിട്ടിയില്ലല്ലോ. സെബായി ചേച്ചി പോവാട്ടോ. എന്നാൽ അമ്മ കൊണ്ടുവിടും ലേറ്റ് ആയ കാരണം. ഞാൻ അത് കാരണം പിന്നെ തുപ്പിയാ. ദാറ്റ്സ് ഓക്കെ, ദാറ്റ്സ് യൂഷ്വൽ തിങ്. ഏറാ അത് അതേ ടാറ്റാടാ നിനക്ക്. ടാറ്റാ. ആ അമ്മേനെ ടാറ്റ പറഞ്ഞ നീ പറഞ്ഞില്ലല്ലോ. നീ പോവാന്ന് അവർക്ക് എങ്ങനെ അറിയാ ടാറ്റ പറഞ്ഞേ? ഗുഡ് ഗേൾ. ഓക്കെ ബൈ. ആ മതി. ആ അമ്മ ഒന്ന് തുറച്ചേ മതിട്ടാ. എൻ്റെ കളിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ സ്നേഹമൊക്കെ വേഗം പോവും. കാരണം ഇത് ഇവിടെ ക്ലീൻ ചെയ്തിട്ട് അവൻ്റെ അമ്മ എന്നതല്ലേ. ആ അറിയാന്ന് പറഞ്ഞാൽ അതേ ഇക്കിന്നെ എല്ലാ അടി കൊണ്ട് തൂറിഞ്ഞ പേര് പൂമ്പാങ്ങന്നല്ലോ. എല്ലാരും
പേര് ബൂംബാങ്ങെന്ന് മാറ്റിയിട്ട് ബൂംബാങ്ങെന്ന് ഇടണ നല്ല എൻ്റെ ശരിക്കും അർത്ഥത്തിനുള്ളതാവുള്ളൂ. ആ ഇനി വേണ്ട മതി. എല്ലാരും അങ്ങനെയാ, എല്ലാവർക്കും പേടിയാ. എൻ്റെ കുട്ടി കഴിച്ചോട്ടെ. Your channel's name should be Boom Bang Family. കഴിച്ചോട്ടാ, കുട്ടി കഴിച്ചോട്ടാ. അയ്യോ ഡാടപ്പന്നെ വീണായിരുന്നു. ബൈ. ഓക്കെ, അനദർ ബ്യൂട്ടിഫുൾ മോർണിംഗ്. ലുക്ക് അറ്റ് ദിസ്. ഇന്ന് നമ്മൾ ഫോട്ടോ എടുക്കാൻ അവിടെ നിന്ന് പറ്റിയില്ല, അതിന് വേറെ ഒന്ന് സെൽഫി ഫോട്ടോ എടുക്കാം അല്ലേ. നമ്മൾ ഇങ്ങനെ നിൽക്കുന്നത് സെൽഫി പുള്ളേ. ഇനിയും കുമാർ ഇല്ല. 3, 2, 1 ഗോ. ഗുഡ് മോർണിംഗ്. ഇന്ന് ഏതാ സിറ്റി എടുക്കണ്ടേ? ഗുഡ് മോർണിംഗ് വയനാട്. നിന്റെ പറഞ്ഞില്ല. യാ, ഇന്ന് ഞങ്ങള് മറ്റേ എന്താ പറയാ കൊണയടി വിത്ത് പ്രിങ്ങും ഇല്ല കേട്ടോ. ഇന്ന് പ്രിങ്ങുവിനെ നമ്മൾ നേരത്തെ കൊണ്ടുവിട്ടു. ഇന്ന് പിള്ളേരും നമ്മൾ മാത്രമേ ഉള്ളൂ. ഇന്നത്തെ സങ്കടം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നാളെ ഗോൾഡ് പോവാണ് ഗൈസ്. അങ്ങനെ പറയല്ലേ, സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്രയും നാളും പോകണമെന്ന് ആഗ്രഹമായിരുന്നു. ഇന്നലെ തൊട്ടിട്ട് എനിക്ക് അങ്ങനെ പോകാനൊരു ഇവൾക്ക് ഭയങ്കര പേടി. ഇവര് ഒറ്റയ്ക്ക് പോവാന്ന് പറഞ്ഞാണ് മാമിര്. ഞങ്ങൾ ഇതിനു മുന്നേ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. സോ ടുമോറോ 12 മണിക്ക് പോവാണ്. 3 ദിവസം ഞാനും കുട്ടികളും മാത്രം. ഗോൾഡയ്ക്ക് ഭയങ്കര പേടി. ഞാൻ എങ്ങനെ 3 ദിവസം കുട്ടികളെ മെയിൻ. ഒന്നാമത്തെ കാര്യം കുട്ടികൾക്ക് മറ്റേ ഇതുണ്ടല്ലോ, സ്കൂളുണ്ട്. അല്ല, പനിയെങ്ങാനും വന്നു കഴിഞ്ഞാല് അവര് മരുന്നും കഴിക്കല്ലോ. അതൊന്നും കുഴപ്പമില്ല. മരുന്ന് കഴിക്കാത്ത കേസ് മാത്രമേ എനിക്ക് പേടിയുള്ളൂ. ഞാൻ നീ വരണ വരെ മരുന്ന് കൊടുക്കാണ്ടിരിക്കും ഞാൻ. അത് പറ്റില്ല, മരുന്ന് കൊടുക്കണം. നീ പേടിക്കണ്ടടി. ഞാൻ എൻ്റെ ഗോൾഡ് ഇന്ന് കേരളത്തില് ഒരു ഭർത്താവിനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകാൻ പറ്റിച്ചെങ്കിൽ അത് ഞാനുള്ളൂ. വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ തള്ളിയത് നീ ഉണ്ടായില്ലേ. ഇല്ല അപ്പൊ എല്ലാരും നീ ഗ്യാപ്പ് കിട്ടുമ്പോ കേട്ട് ഞാൻ തള്ളട്ട്. നീ ഒരു കാര്യം കൊണ്ടും പേടിക്കണ്ട. രാത്രി മാത്രമാണ് എന്നെക്കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത്. ആ പക്ഷെ അത് നീ ഉള്ളോണ്ടാ. നീ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ മാനസികമായിട്ട് അതിന് റെഡി ആവും. പിന്നെ നിനക്കറിയാലോ 3 ദിവസം ഐ ആം ഡൂയിങ് നത്തിങ്. പിന്നെ ഇത് എനിക്കൊരു ചലഞ്ചും കൂടിയാണ്. എൻ്റെ പുതിയ ബുക്കിൽ എഴുതി ചേർക്കാൻ പുതിയ സാധനം കൂടിയായി. ഇന്ന് 3 വെച്ചാൽ നാളെ 30. ഇനി ഇത് മാത്രമല്ല, ഈ വലുതായ ഈ 3 പെണ്ണുങ്ങളുടെ കൂടി ഞാൻ ഡീൽ ചെയ്യണം പിന്നെയും. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഫോർ ഡാഡ. ആൻഡ് ഡാഡ ഇസ് എ ഗ്രേറ്റ് ഡാഡ ടു. One of the great dadas, you know. You don't worry, honey. You on safe hands. You know. പിന്നെ എനിക്ക് ആ കൂടി പേടിയായി ഇറനെ മാത്രമല്ലോ. ഞാൻ അവളും ചേർന്ന് പോകുന്നു എനിക്ക് തോന്നുന്നില്ലേ. അതാണ് 2 ഐഡിയോളജി ഒരുമിച്ച് ചേർന്ന് പോവില്ല. അതിന് ഇപ്പോൾ തന്നെ അവളുടെ നോട്ടം. യസ്മേനെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ യസ്മേ നോക്കുക. ഇപ്പം ഹായ് യസ്മേ വെച്ചാൽ ഹായ് ഡാഡാന്നുള്ളേ. ഇറനെ ഏറാ ഇതേ കണ്ടില്ലേ ബാക്കില്. അയ്യേ Good girls. Happy birthday once again. You fellas did good for 1 year. Beautiful. എടേ എന്നെ കാണാൻ ഒരു കിളവൻ ലുക്കായി എന്നൊക്കെ പറയുന്നുള്ള ആൾക്കാർ ശരിയാണോ? കുറെ ആൾക്കാർ പറഞ്ഞു യു ലുക്ക് വെരി ഓൾഡ് എന്ന്. ആണോ? ദാറ്റ്സ് ഗുഡ്. When you get old, you get bold. You know? നീ ആര് യങ് ഫള്ളയാ? നീ അങ്ങനെയാടി. നീ മുത്തലടിന്റെ. അറ്റ്ലീസ്റ്റ് ഞാൻ അഡ്മിറ്റ് ചെയ്യെങ്കിലും വേണം. ആ ഓക്കെ ബ്യൂട്ടിഫുൾ. എച്ചമുട്ടനെ നമ്മൾ വിളിച്ചുകൊണ്ടിരാ കേട്ടാ. ഒരു പനിയൊന്നുമില്ല, പക്ഷെ എന്തോ ഇന്നത്തെ വായിൽ ഫുഡ് കഴിച്ചെന്റെ എന്തോ ഒരു അലർജി പോലെ ഉണ്ട് അവളുടെ നാവുമ്മയൊക്കെ. എനിക്കൊന്നും അതാന്ന് തോന്നുന്നു. കണ്ടാ സംതിങ്. ഡോക്ടറെ കാണിക്കണോ? ഇപ്പൊ എമർജൻസി അങ്ങനെ കാണിക്കണോ? എന്തോ അലർജി പോലെ. ഇടാ എന്നടാ പറ്റി വായല്? That's okay. എന്തോ അലർജി പോലെ ആയിട്ടിരിക്കുന്നത്. ചെവിയുടെ മുകളിലൊക്കെ ചുമന്ന ഇത് വന്നിട്ടുണ്ട്. ചെവിയുടെ ബാക്കിൽ മുഖമെല്ലാം ഫ്ലയർ ആയിട്ടുണ്ട്. ആ ചെറുപ്പത്തിലുണ്ടായിരുന്ന പാടെല്ലാം വീർത്തിട്ടുണ്ട്. കണ്ണിൻ്റെ അവിടെയൊക്കെ എന്തായിട്ടുണ്ട്. ആ പാടിൻ്റെ അവിടെയൊക്കെ റെഡിനേഷൻ കൂടിയിട്ടുണ്ട്. ഒരു ചുമന്ന പാട് വന്നിട്ടുണ്ട് മുഖത്തല്ല. ഒന്ന് ആട്ടാതെ വെച്ചാൽ ഇത്ര സിക്ക് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. എന്താന്ന് ഡോക്ടർ പറഞ്ഞത് മാംഗോ കഴിച്ചതിൻ്റെ അങ്ങനത്തെ അലർജി. അങ്ങനെയാണെങ്കിൽ ഫുൾ ബോഡി വരേണ്ടതാണ്. ഇത് മൗത്ത് അൾസർ വന്നിട്ടുള്ളതാണ്. ലങ്സ് ചെക്ക് ചെയ്തപ്പോൾ പുറത്ത് സ്റ്റെതസ്കോപ്പ്. അത് ഈ പനി പോലെ ഇൻഫെക്ഷൻ വരുമ്പോൾ വായിൽ മൗത്ത് അൾസർ പോലെ വന്നിട്ടുള്ളതാണ്. അവളുടെ ലങ്സ് ബ്ലോക്കായിട്ട് ഐ മീൻ കുറുകണ സൗണ്ട് കണ്ടമാനുണ്ട്. 38.2 ഡിഗ്രി ഉണ്ട് ടെമ്പറേച്ചർ. അപ്പോൾ ഒന്നും കഴിക്കില്ല.
ഇവരങ്ങനെ ഭയങ്കര സിക്കല്ലായിരുന്നു. നിങ്ങൾ ഇന്നലെ വരെ കണ്ടതാണ്. ഇത് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, വീസിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ ചുറ്റും ഭക്ഷണം കഴിച്ച് നിങ്ങൾ കണ്ടതല്ലേ, ഒരു കുഴപ്പമില്ല. ഓളോ സഡൻ ഇവിടെ ഒക്കെ തടിച്ച് വീർത്തു മൊത്തത്തിൽ. പുള്ളിക്കാരി പറഞ്ഞ ഇന്ന് നോക്കുക, ഫ്ലൂയിഡ് ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ടുണ്ട് ചെസ്റ്റിൽ ഇൻഫെക്ഷൻ മാറാൻ, ചിലപ്പോൾ ചെറിയ ബ്രോങ്കൈറ്റിസ് ആവാൻ സാധ്യത. അതെ, ഇവിടെ മരുന്ന് കൊടുക്കുന്നത് ഇപ്പോൾ ഒരു യുദ്ധം കഴിഞ്ഞിട്ടാണ് ഈ കിടക്കുന്നത്. എല്ലാ സ്ഥലവും ഫ്ലയർ ആവുക. നിന്റെ മേല് പണ്ട് സൂര്യപ്രകാശം അടിക്കുമ്പോൾ അങ്ങനെ ആയില്ലായിരുന്നു, അതുപോലെ കണ്ടു. ഇവിടെയൊക്കെ എന്തോ വിരൽ കൊണ്ട ഭാഗമൊക്കെ തടിച്ച് വീർത്തു. ചിലപ്പോൾ പെനഡോൾ കഴിച്ച് കഴിയുമ്പോൾ ഇതോ രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചല്ലേ. ഇപ്പോൾ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു മരുന്ന് കൊടുത്തിട്ട് ചെക്ക് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഈ റാഷൻ്റെ ഇത് പറഞ്ഞു, പുള്ളിക്കാരി പറഞ്ഞു മോർ ലൈക്ക്ലി വൈറൽ ഇതാവാനാണ് സാധ്യത. ഇനി അല്ലാത്തൊരു സാധ്യത എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ഫുഡിൻ്റെ അലർജി വന്നിട്ട് തൊണ്ടയിലെങ്ങാനും ഫ്ലെയർ ആയിട്ടുണ്ട് വെച്ചെങ്കിൽ അതുകൊണ്ടും ചിലപ്പോൾ അത് ലങ്സിൽ വരും. അതും ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആൻറ്റിഹിസ്റ്റമിൻ കൊടുത്തു നോക്കാം, എന്നിട്ട് കുറയുകയാണെങ്കിൽ ദെൻ അങ്ങനെ ഇതാക്കാമെന്നാണ് പറയുന്നത്. ബട്ട് അത് ദാറ്റ് ഷീസ് ഓക്കെ. ഭയങ്കര ടയർഡാണ് പറഞ്ഞ പോലെ, ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. ഇതുവരെ ഇവരുണ്ടായിട്ട് ഇങ്ങനെ കരഞ്ഞിട്ടില്ല അവര്. തമാശ പറയാൻ കണ്ട സമയം ഓരോരോ പണികൾ. ഓസ്ട്രേലിയ പോക്ക് ക്യാൻസലായി ഗൈസ്. ഇടയിൽ ഞാൻ പോയിട്ട് ഒരു കാപ്പി മേടിച്ചു. സംടൈംസ് ഹെഡ് ഏക്കിന് കാപ്പി നല്ലതാ അല്ലേ. ഈവൻ ഗോൾഡ് അവൾക്കിന്ന് വർക്ക് ഫ്രം ഹോം എടുത്ത് അതും ചെയ്യാൻ പറ്റില്ല. പുള്ളിക്കാരിക്കും കോഫി ഇഷ്ടമാണ്. ഇന്ന് ഞാൻ ഇപ്പോൾ മൊക്ക മേടിച്ചു. ജസ്റ്റ് ഇൻ എ മിനിറ്റ് ഒരു ഗുഡ് ഡേ ക്യാൻ ബി എ ബാഡ് ഡേ, ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഫ്രം 100 to 0, boom, on, you know. Won't take too long, but yeah, I think she is okay now. കുറവില്ലേ? ടെമ്പറേച്ചർ കൂടിയോ? 0.1 അല്ലായിരുന്നു നേരത്തെ. ആ, ഡോക്ടർ വന്ന് നോക്കിയോ? പുള്ളിക്കാരി പറഞ്ഞു ഇച്ചിരി ബ്രൂഫനും കൂടെ കൊടുക്കാന്ന്. എന്തായിരിക്കും? പുള്ളിക്കാരി പറഞ്ഞ റാഷ് ഇത് കുഴപ്പമില്ല, ആന്റിഹിസ്റ്റമിൻ കൊടുക്കണ്ട. പക്ഷെ വായല അവിടുത്തെ ഈ ഡമ്മി എടുത്തിട്ട് നോക്കാന്ന് വെച്ചാൽ ഇങ്ങനെ നിറച്ചുണ്ട്. എങ്ങനെ ബ്രൂഫ് കൊടുക്കും? അങ്ങനെയായിരുന്നപ്പോൾ എന്ത് സുഖമായിരുന്നു, മരുന്നൊന്നും കൊടുക്കാൻ വായ പിങ്ങ് പൊളിച്ച്. അവൾക്ക് മരുന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. പനി ചെറുതായിട്ട് സെറ്റിലാവുന്നുണ്ട്. ഇപ്പോൾ ഇത്ര നേരം പാല് കുടിച്ചായിരുന്നില്ല. ഇപ്പം എൻ്റെ മുഖത്തൊക്കെ ഒരു അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. ആരോഗ്യം വയ്ക്കുമ്പോഴേക്കും തന്നെ അതിനൊന്നും കുറവില്ലേ. അപ്പോൾ ആർക്കും ടെൻഷൻ എടുത്തിട്ട് പുറത്ത് പോയിക്കുക. ഓരോ വയസ്സം കാലത്തേ ബൂമ്പാങ് അത്ര ബൂമ്പാങ് അന്നേ പറഞ്ഞതാ. നമ്മളെന്ത് വേണമെങ്കിൽ ആന കുത്താൻ വന്നവർ ചങ്ക് പൊളിച്ച് നിൽക്കുക. ഇത് നമ്മളെ കൊണ്ട് പറ്റൂല. ആന വന്ന വശം അത് മതി. കട്ടിയത് ഇതേ നമ്മളെ ഹോസ്പിറ്റലിൽ നിന്ന് GPയുടെ അടുത്തുനിന്ന് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞേ. പനി കുറയണില്ല അവളുടെ. അതാണ് ഇപ്പോൾ ഷർട്ടൊക്കെ ഊരിയിട്ടിട്ട് നിർത്തിയിട്ടുള്ളത്. അവർ പറഞ്ഞ് വീട്ടിൽ പോയിട്ടൊന്ന് നോക്കുമെന്ന് അല്ലേ. വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും ഫ്ലയർ അപ്പോൾ ആവുകയാണെന്ന് വെച്ചെങ്കിൽ എമർജൻസി പോകാനാണ് പറഞ്ഞത്. അവർക്കൊന്നും നോക്കിയിട്ട് മനസ്സിലാവണില്ല എന്താ സംഭവം എന്നുള്ളത്. പക്ഷെ കുറച്ച് സെറ്റിൽ ഡൗൺ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേടി. ഒരു ലേശം റൂഫിനൊക്കെ കൊടുത്ത കാരണം തോന്നുന്നു. ഗുണ്ട ഒക്കെ വിശക്കുണ്ട് തോന്നുന്നു. അതൊക്കെ അറിയണം ഇപ്പോൾ. നമുക്ക് വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാം. എന്നിട്ട് രാടയ്ക്കും എച്ചുമോനും ഉറങ്ങാം കേട്ടോ. ആ, ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ലഞ്ചൊക്കെ കഴിച്ചു, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ സ്റ്റേക്ക് കണ്ടു. ഇപ്പോൾ സ്റ്റേക്ക് വേണം. മുട്ട കഴിച്ച് വെള്ളം കുടിച്ചിട്ടില്ല, പക്ഷെ സ്റ്റേക്ക് വേണം. സ്റ്റേക്കിൻ്റെ ബട്ടർ എടുത്തു. ഡാഡി അമ്മയും കഴിക്കട്ടെ. ഇത് പറ്റുമോ? ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുമോ?
എൻ്റെ സ്റ്റേക്ക് ബട്ടർ ഗേളാണിത് അല്ലേ എച്ച് കണ്ട കറക്റ്റ് എടുക്കാറെനിക്ക് അറിയാം അത് വന്നു ഇപ്പോൾ അത് ഇനി അതെടുത്ത് വിഴുങ്ങിട്ടാ ഇനി എനിക്ക് വായന്ന് വലിച്ചെടുക്കാൻ വയ്യ ചേട്ടാ ഓ നോ നോ എന്ന് പറഞ്ഞിട്ടാ വരണേ ആദ്യമേ വാവ് കുട്ടിക്ക് സ്റ്റേക്ക് ഇഷ്ടമാണോ ആണാ ഇല്ലേട്ടാ സ്റ്റേക്ക് ഇല്ലേട്ടാ കുട്ടിക്ക് നോ ആ നോ നോ വാ ഇപ്പം പനി കുറഞ്ഞല്ലോ അല്ലേ ഇതുകൊണ്ട് പാവം പിങ്ങോനെ വിളിച്ചിട്ട് തരണം പിങ്ങോടെ പിങ്ങോടേ പിങ്ങ് പോരൂട്ടാ പിങ്ങു ചേച്ചി ഇന്നലെ ആകെ പേടിച്ചോട്ടാ പിങ്ങു ചേച്ചിനേക്കും കൂടുതൽ ഞാൻ പേടിച്ചു എല്ലാത്തിനേക്കും പേടി കൂടുതലേക്ക് ഇവിടെ പേടിയില്ലാത്ത ഒരാളെ ഇറ മാത്രമേ ഉള്ളൂ ഇവിടെ ഇരിക്കേ ഞാൻ അത് പോയി മാന്തിയിട്ട് അതെ സൂപ്പർ nice one. No? No. No, ma'am. How are you? Good. No afternoon show? No. Good afternoon, why not? No stories? No. But I got a story to tell. എസ്മേ സിക്കായിട്ട് നമ്മൾ സ്കൂളിൽ പോയിട്ട് പിക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ എസ്മേ വീട്ടിലുണ്ട്. പടയപ്പേട്ട് അവിടെ ഇരുന്ന് കഴിക്കുന്ന അവൾക്ക് ചെറുതായിട്ട് അവളുടെ പനിയെല്ലാം ഫ്ലയറപ്പായി. മുഖത്തും വായലൊക്കെ ഇതെല്ലാം തടിച്ച് തീർത്ത് വന്നു. അയ്യോ ആടെ അമ്മയും പോയിട്ട് കൊണ്ടുവന്നു അവൾ തന്നെ. യു ക്യാൻ ടോക്ക് ടു ഹെർ വൈൽ യു ഗെറ്റ് ഹോം. I have to get ready. നിനക്ക് മറ്റേ ഇവിടെ പോകണല്ലേ? Yeah. Maybe we cancel your swimming. I'm very tired. I can't come into it. അവിടെ ഉറങ്ങിയിട്ടില്ലേ മോനെ? അവിടെ very tired ആണ്. You can go to, next week. Is that alright? Right? Sorry for that. You can understand, kids can't understand. Okay, let me think about it. She's not red anymore. അമ്മ മറന്നു പോയി എന്റെ സ്വിമ്മിങ്. ഇല്ല പോണ്ടേ അന്ന് പോകണ്ട, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു പോകണ്ട. അമ്മ എങ്ങനെ കൊണ്ടുപോകും മോളെ? അമ്മയ്ക്ക് ജോലി. അമ്മ ഇന്ന് ഒരു പണി എടുത്തിട്ടില്ല. അമ്മയ്ക്ക് നാളെ പോകണമെങ്കിൽ എന്തെടുക്കണ്ടേ? യു ക്യാൻ സ്കിപ്പ് വൺ ഡേ ഫോർ പാരൻസ്. സോറി ജെലി. ദാറ്റ്സ് ഓക്കെ. യു ക്യാൻ ഡു അനദർ ഡേ സ്വിമ്മിങ്. ദാറ്റ്സ് ഫൈൻ. മാത്രമല്ലടാ ജോലിയല്ല, എനിക്ക് അവളെന്നെ കൊണ്ട് ഉറക്കണം. ഇല്ലെങ്കിൽ ഞാൻ അവളെന്നെ ഉറക്കണം ഒരാളെ അടുത്തിരിക്കണം. ഇല്ലെങ്കിൽ അവളെ ഉറക്കാൻ പറ്റില്ല. നീ ഇവിടെ ഇരിക്കുമോ? അമ്മയ്ക്ക് വർക്ക് ചെയ്യണ്ടേ? സോ ടുഡേ വി സ്കിപ്പ്. ദാറ്റ്സ് ഓൾറൈറ്റ്. ഓൺലി വൺ ഡേ. കം ഓൺ. അമ്മയുടെ മടക്കാൻ അമ്മ ഇന്നലെ മടക്കാൻ തുടങ്ങി. പ്രിങ്ങുവിൻ്റെ കൊട്ട ഇന്നലെ എച്ചമ്മേനെ ക്ലിയർ ചെയ്ത് കൊടുത്തതായിരുന്നു. നിലത്തേക്ക് ഇട്ടിട്ട് തിരിച്ച് കയറ്റിയിട്ടതാ ഇത് എച്ചമുട്ടായി. എച്ചമുട്ട എസ്മേ ഇപ്പം സന്തോഷമായി. എനിക്കൊരു കുഴപ്പമില്ല അത്ര. നിന്റെ മൂക്കെന്താ ഇങ്ങനെ ഇരിക്കണേ? ഹൈ അതിനധികം കറക്കണ്ട, അത് ഭയങ്കര ഫ്രജൈലാ അത്. ഞാൻ സിൽവർ ബാക്കാ നെഞ്ഞത്തടിച്ചിട്ട് സംസാരിക്കുക. ബൈ, നമുക്ക് ഉറങ്ങാം എന്നാ. ബാ. പിങ്ങെന്തു എത്തിട്ടാ ഞങ്ങളുടെ അടുത്ത ആളെ എത്തി. ഒരാൾക്കാണെങ്കിൽ ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീക്കാനും മേല. ഉടുക്കത്ത ഉറക്കം. 3:30 കിടക്കണതാണ്. 5:30 ആവാറായി. നല്ല ടയർഡാണ്. ഇടയ്ക്കിടയ്ക്ക് എണീറ്റിട്ട് കരയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ പനിയൊന്നുമില്ല. എൻ്റെ കൂടെ കിടന്നതാണ്. കുറുമ്പത്തി ഇവിടെ എത്തിയിട്ട് തലയും മൂക്കൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ട്. ചൂട് എന്നെ പറഞ്ഞില്ലാന്ന് പറഞ്ഞു. പക്ഷെ എന്തോ ഉറക്കക്ഷീണം എന്താണെന്ന് അറിയില്ല. എനിക്ക് കരഞ്ഞിട്ട് അങ്ങനെ കിടക്കുന്നുണ്ട്. മേലൊക്കെ ഇങ്ങനെ ഫുള്ള് തടിച്ചു പോകുന്നുണ്ട് മുറിഞ്ഞോടത്തൊക്കെ. ഏയ് അയ്യോ 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 അയ്യോ
ഇത് കാലത്തോട്ടുള്ള പരിപാടി കേട്ടോ, മേലും കൈയും കിടന്നൂറില്ല. നീ നല്ല കുട്ടിയാണെന്നാണല്ലോ സ്കൂളിൽ പറഞ്ഞ ടീച്ചർക്ക് ഭ്രാന്തായ. അയ്യോ നമുക്ക് വെട്ടുകിളി വന്ന് വീണ പോലെ വീഴുക. പിടിച്ചറേനെ നമുക്ക് മാമുണ്ണ, അവള് മാമ കൊണ്ടുവര കിടക്കണേ. അതൊക്കെ പിന്നെ അങ്ങനെ ഉണ്ടിരിക്കണോ? പട്ടിക്കുട്ടി തങ്കക്കുട്ടി, അത് കണ്ടാല് തട്ടിക്കുട്ടി. രണ്ട് പല്ല് വരുന്നുണ്ട് മോളില്. ആടാ സുയിച്ച് കിടക്കാട്ടാ, ഒന്ന് അങ്ങനെ സുയിച്ച് കിടക്ക. കീലേരി വെച്ചു ചെരിഞ്ഞു ഒരു സൈഡില്. കൊറേ കരഞ്ഞില്ലേ രാവിലെ? സോ ഫാർ സോ ഗുഡ് അല്ലേ എസ്മേ? ആ എസ്മേ അല്ലാണ്ട് ആരാ? ആ ഡാഡ ഇട്ട് കൊടുത്തിട്ടുള്ള പാൻറ്റിന്റെ ബാക്കിലാ കെട്ടിട്ടാ കൊള്ളേ. ഇതൊക്കെ കണ്ടാ, നിങ്ങള് മറ്റേ കഥകളിയാ കെട്ടി വെച്ചിട്ടുണ്ട്. ഗോൾഡ് വരുമ്പോഴേക്കും ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെ ആയിക്കോട്ടെ ഒരു ഉടുപ്പൊക്കെ. ചിലപ്പോ പാൻറ് ഷർട്ടാവും, ഷർട്ട് പാൻറ്റാവും. അതൊക്കെ ഉണ്ട്. അച്ഛമ്മ എങ്ങനെയുണ്ട്? ബിസ്ക്കറ്റ് എങ്ങനെയുണ്ട്? നൈസാണോ? ഔ അച്ഛമ്മ എന്ന് പറഞ്ഞപ്പോ തിരിഞ്ഞു വന്നു. ഏറമ്മ അത് പിന്നെ ചോദിക്കണ്ടല്ലോ അല്ലേ? ബിസ്ക്കറ്റ് നമുക്ക് ഭയങ്കര ഇഷ്ടാ അല്ലേ? അല്ലേ ഏറയുടെ മുടി എന്ത് ഇങ്ങനെ നിൽക്കണേ? ചോട്ട മുംബൈ ഒരു തിരി കത്തി എന്തായാലും ഇങ്ങനെ നിൽക്കണേ കൊള്ളേ അറ്റത്ത് മാറിയിട്ട്. ഓ മാഡം ഇപ്പോഴാണ് ശക്തി കിട്ടിയത്. ഓ നൈസ് വേണം ഏറമ്മ. എല്ലാവരും നിൽക്കുന്നുണ്ട്, എല്ലാവരും ഒരു ദിവസം കറക്റ്റ് നിന്നുട്ടാ. ദാറ്റ്സ് ഗുഡ്. അമ്മ ഹൗ ആർ യു? ലോട്ട്സ് ഓഫ് ക്ലീനിങ് ഉണ്ട് ഇന്ന് ഈ വീട്ടിൽ. വീടിൻ്റെ അകം പുറം ഫുള്ള് ഇങ്ങനെ കിടക്കുകയാണ്. ഗോൾഡയുടെ നാളത്തെ ഓസ്ട്രേലിയ പോക്ക് ഇതുവരെ തീരുമാനമായിട്ടില്ല. സാറില്ല, ഐ എം ഹിയർ ഹണി, ഡോണ്ട് വറി. ഐം ഗോണ സ്റ്റാർട്ട് ക്ലീനിങ് നൗ ദ ഹൗസ്. ഫ്രൈഡ് റൈസ് പ്രിപ്പയർ ചെയ്യാണ്ട് ഇന്ന് നമുക്ക് ഡിന്നറിന് ഫ്രൈഡ് റൈസ് ആണ്. പിന്നെ നിങ്ങൾ എന്താണെങ്കിലും വെറുതെ എൻ്റെ വീഡിയോ കാണാമല്ലോ, എൻ്റെ ബൂംബാങ്കർ അമ്മ കൂടെ ഒന്ന് കണ്ടേക്കിട്ടോ. ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരണം. പിന്നെ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് റമ്മ കൂടി ഇരിപ്പുണ്ട് കേട്ടോ, മൗണ്ട് ഗേ. നമ്മൾക്ക് ബൂംബാങ്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെല്ലാ റമ്മും കുടിക്കൂട്ടാ. അന്തമാരി ഹാൾ ആക്ച്വലി വൺ മോർ ആപ്പിൾട്ടൺ എല്ലാം ഇപ്പോൾ ഇതിന് ഈ ആഴ്ച സെയിലുണ്ടായിരുന്നു 12 ഇയർ ഓൾഡിന്. പക്ഷെ ഇതെൻ്റെ ലാസ്റ്റ് ചോയ്സ് ആട്ടോ. ദിസ് ഈസ് ദ ഫസ്റ്റ് ചോയ്സ്. ഇനി ഇത് കഴിച്ച് നോക്കി വെക്കണം. സോ ടുഡേസ് ഡിന്നർ ചിക്കൻ ലോയൻസ് ആണ് കേട്ടോ. അതായത് ചിക്കൻ്റെ ബ്രസ്റ്റിൻ്റെ സൈഡിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ ചിക്കനെ ഈസി ആയിട്ട് നമുക്കിന്ന് ഫ്രൈഡ് റൈസിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പ്രോട്ടീനിന് വേണ്ടിയിട്ട് ഫില്ലപ്പ് ചെയ്തിട്ടുള്ളതാണ്. ഇത് ജസ്റ്റ് 200 ഡിഗ്രിയിൽ തന്തൂരി ചിക്കൻ പോലെ നമ്മളാക്കിയെടുക്കുകയാണ്. മാരിനേഷൻ തന്തൂരി ചിക്കൻ്റെ മാരിനേഷനാണ് കേട്ടോ. 10-15 മിനിറ്റിൽ വേവും ഇത്. 190 to 200. നമ്മുടെ ഫ്രൈഡ് റൈസ് നമ്മൾ ബട്ടറിലാട്ടോ ചെയ്യണം ഇന്ന്. സോ 1 എഗ്. ഇത് പ്രിങ്ങോനും കുട്ടികൾക്കുള്ള ഫ്രൈഡ് റൈസാണ്. ഞാൻ എപ്പോഴും ഫ്രൈഡ് റൈസ് ലിറ്റിൽ പോർഷനാണ് ചെയ്യുക. ഇല്ലാച്ചെങ്കിൽ കുഴന്നിരിക്കും. ആരോ കഴിഞ്ഞ ദിവസം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ട് എനിക്ക് വീഡിയോ അയച്ചു തന്നു. കുറച്ച് മുഷിയായിരുന്നു. ചെറിയ ബാച്ചായിട്ട് ചെയ്യണം എന്ന് മാത്രമല്ല, ഞാനിപ്പോൾ അരി ഇടുമ്പോൾ കണ്ടോ, അരി ഓൾവേസ് കുറച്ച് കുക്ക്ഡ് ആയിരിക്കണം കേട്ടോ. ഇത് കണ്ടോ ഇങ്ങനെ. ഓക്കെ, കുറച്ച് ഓയിസ്റ്റർ സോസ്, ദെൻ യു മിക്സ് മേക്ക് ഈസി ഫ്രൈഡ് റൈസ്. നിങ്ങൾക്ക് സോയ് സോസ് എനിത്തിങ് യു ക്യാൻ ആഡ് ആൻഡ് സം സോൾട്ട്. ഇതാണ് പകരം ഞാനിന്ന് കുറച്ച് ചിക്കൻ സ്റ്റോക്ക്, ബീഫ് സ്റ്റോക്ക് ആക്ച്വലി. സോ യുവർ ഫ്രൈഡ് റൈസ് റെഡി ഗായ്സ്. ഒരു സിപ്പപ്പ് തീറ്റ മഹാമഹം. ആവശ്യത്തിന് ഇലക്ട്രോളൈറ്റ് കിട്ടിയോട്ടെ വെച്ചിട്ടാ അല്ലേ അമ്മ? അമ്മയുടെ മൂക്ക് തുടച്ച് തരുന്നുണ്ട് കേട്ടോ അച്ഛമ്മൂ. അതിനെ ചോറ് എന്തരായെന്ന് ചോദിച്ചിട്ടാ. ആ എന്താ നോന്നോ? എന്താ അവസ്ഥ അമ്മ? ഒരു സൈഡിൽ നന്നായിട്ട് പോകുന്നുണ്ട്, ഈ സൈഡില് അസുഖമില്ലാത്ത അങ്ങോട്ട് വരട്ടെ. എൻ്റെ ഇല്ല ഇതന്നെയല്ലേ അവിടെ കിട്ടിയായിരുന്നേ. അതിന് അത് യാഗം മൊത്തം കഴുകണം.
അയ്യോ നോ ഭയങ്കര ഡിമാൻഡാണ്. കുറച്ച് കൊഞ്ചിയ വയ്യാത്ത ഉണ്ണിയാ. അമ്മയുടെ പോലെ തന്നെ എല്ലാത്തിനും അറ്റൻഷൻ വേണം. എന്നൊക്കെയാ ജോബിനെ നോക്കുന്നേ. ജോബിന് അറ്റൻഷൻ ഒന്നും ആവശ്യം. സാധനം മേടിക്കുക, എടുക്കുക, ആരേന്ന് കയ്യിലൊന്നുമില്ല, മാന്തുക, അടിക്കുക, സാധനം തിന്നെ പോവുക. ഒരു പ്രശ്നവുമില്ല. ചോറും കറിയും മാത്രം ഈ കൊത്തിക്കൂടെ പോകാനായിട്ട് ചെറിയൊരു പണിയുണ്ട്. ഐസ്ക്രീമും മിഠായിയൊക്കെ മണക്കാതെ പോവുക. നമ്മൾ കുറച്ച് മധുര കാര്യമാണ്. ഡാഡി സിക്ക നമ്മളെ നോക്കിയിട്ട് അത് സിക്കായി. ആ തൊട്ട പൊട്ട് ഇംഗ്ലീഷ് മുട്ടനെ തൊടണ്ട കേട്ടാ. കുറച്ച് അവളുടെ ഡ്രാമയാണ്. അതിന് നീ എന്തിനാണ് കരയണേ? അവളൊന്നും എന്നെ തൊട്ടല്ലേ ഉള്ളൂ. എന്റെ പൊന്നെ ഡാഡനെ പോലെ തന്നെ ഏത് നേരം എന്താ കോലം നോക്ക്. യകഞ്ഞ് ക്ലീൻ ചെയ്യണമെങ്കിണ്ടല്ലോ ഒരാളെന്നെ പണിക്ക് വെക്കണം. ഇത് ഇലക്ട്രോളായിട്ട് കേട്ടാ കിട്ടണ്ട അമ്മമ്മക്ക്. മതിഞ്ഞ് ഞാൻ മാടത്തെക്കിളി മാടത്തെക്കിളി പാടത്തെന്ത് വിശേഷം. ഇതേ നമ്മുടെ ചിക്കൻ സെറ്റായിട്ട് വന്നു കണ്ട. ഓക്കെ, നമ്മൾ ഒരു 210 ഡിഗ്രിയിലേക്കാണെങ്കിൽ കുറച്ചും കൂടി ഇതിൻ്റെ മുകളിൽ കുറച്ച് കളർ വന്നേനെ. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ പുഴുങ്ങിയെടുത്ത പോലെ ആയിട്ടുള്ളൂ. പക്ഷേ കുക്ക്ഡ് ഇൻ ടു നൈസ് ആൻഡ് ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കുറച്ച് സ്പൈസിയാണിത്. ഒരു വെറൈറ്റി ഫുഡ് കഴിക്കില്ല കേട്ടോ. ഗോൾഡ ചിക്കനും റൈസും നിന്നിട്ടാണ് കഴിക്കണേ. അച്ചമുട്ടൻ വീണ്ടും വൈകുന്നേരം അലമ്പാ. ഞാൻ അത് ഞാൻ അച്ചമുട്ടനെ പിടിച്ചിരിക്കുക. അവൾക്ക് തൊണ്ടയിൽ എന്തോ ചെറിയൊരു കുരു പോലെ ഉണര് പോലെ എന്തോ ഉണ്ട്. അത് കാരണം ഇങ്ങനെയാണ്. അത് ഫുഡ് കഴിക്കുമ്പോഴേക്കുവാണെ അത് ഇവിടെയൊക്കെ പൊട്ടണ്ട് തോന്നുന്നു. മനസ്സിലായാ? ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ വീഡിയോ ഓഫ് ചെയ്തോ അച്ഛമ്മ, എറമ ഓഫ് ചെയ്തോ. ആ അതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് ഓരോ കാക്കിരി ബീക്കിരി പരിപാടിക്കായിട്ട് നമ്മുടെ ഏറമണി വരും. ആ ഫുഡ് കഴിച്ച് കഴിഞ്ഞാ കൂട്ടരെ? കഴിഞ്ഞാ? ഓ ഗുഡ് ഗേളാണ് ഏറമ്മ കേട്ടാ. ക്യാമറ ഗേള് നമ്മുടെ. പിങ്ങും കഴിച്ചോട്ടാ. നിങ്ങൾ കുറച്ച് അറ്റൻഷൻ ആവശ്യമുള്ള ആളാ. ആ എന്നാ അച്ചമുട്ടനെ ഇത് വേണോ? നീ പതുക്കെ വന്ന് വീട്. വെട്ടുകളി ഇങ്ങനെ വന്ന് വീണ് പതുക്കെ വന്നാൽ പറ്റില്ലേ? കുട്ടീൻ്റെ കുട്ടി തന്നെയാ. ഇവിടെ വന്നു. അവൾ തന്നെ ഒന്നും ചെയ്യില്ല, നീ പേടിക്കണ്ട. നീ അവളേനെ ഒന്നും ചെയ്യാണ്ടിരുന്നാൽ മതി. ഓക്കെ ഓക്കെ. ഓക്കെ. ഞാൻ അതിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ട് താലി കേട്ടോ. അച്ചു ബേബി വേറെ അറിയൂ ഹിറ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നന്ദ പരിപാടി. ഓക്കെ. എവിടെ ഇടിച്ചേ? ചെറിയ സുഖം കിട്ടിയില്ലേ? സാലേ കൈ വിട്ടോ. നീ കരയണ്ട, അവളുടെ കൈ ഇറുക്കിയേ. നീയാണെങ്കിൽ ഇപ്പോൾ പൊളിച്ചെൻ്റെ ആവും. സാല ഭയോ ഭയോ. അപ്പൊ ഇതുപോലെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തോളം കാണാം. അത് പറഞ്ഞപ്പോ കരച്ചിൽ നിർത്തി. അപ്പൊ ഇതുപോലെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തോളം കാണാം. അതുവരെയ്ക്കും ബൈ ഫോർ നോ. ബൈ ബൈ പൂപ്പാ. പുട്ടാടി. അപ്പൊ ഇതുപോലെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തോളം കാണാം. അതുവരെയ്ക്കും ബൈ ഫോർ നോ. ബൈ ബൈ പൂപ്പാ.